ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ലൊരു സ്പെഷ്യൽ മസാലക്കൂട്ടിലാണ് ഈ ഒരു ചിക്കൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് കൊണ്ടാണ് ഈ ഒരു ഫ്രൈ തയ്യാറാക്കിയിരിക്കുന്നത്. ഏത് ടൈപ്പ് ചിക്കൻ പീസ് കൊണ്ടും ഈ ഒരു ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 7 ചിക്കൻ ലെഗ് പീസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് നല്ല ആഴത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനും വറുക്കുന്ന ടൈമിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിയിൽ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ഒക്കെ കഴിച്ച് വരുമ്പോഴേക്കും എല്ലിനോടടുത്ത ഭാഗമൊക്കെ അധികം കുക്കാവാത്ത പോലെയും എല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ടൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നന്നായിട്ട് വരഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് ഉള്ളിലേക്ക് ചൂട് ആവശ്യത്തിന് കിട്ടാതെ പ്രോപ്പറായിട്ട് കുക്കായി വരാത്തത്. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് സാധനങ്ങൾ ചതച്ച് ചേർക്കാനുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, ഇത്രയും നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫസ്റ്റ് മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, ഇനി ഒരു മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബോക്സിലാക്കി 3-4 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരാനായിട്ട് സമയം എടുക്കും. അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടണം. പുറമൊക്കെ നല്ലപോലെ മുരിഞ്ഞും വരണം. ചിക്കൻ വറുക്കുന്ന ടൈമിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറിയതോ സവാള അരിഞ്ഞതോ തേങ്ങാക്കൊത്തോ ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പിലയും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മസാലക്കൂട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.